നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിൾസ് ആണ്. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് സ്വീറ്റ്നണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കൊക്കോ പൗഡറും വെച്ചാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരു ബോയിലറിലേക്ക് 2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് അളവാണ് എടുക്കുന്നത്. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിന് 1/4 കപ്പ് കൊക്കോ പൗഡർ എന്ന അളവിലാണ് എടുക്കേണ്ടത്. ഇത് വേറൊരു പാത്രത്തിൽ മാറ്റി ഈ കണ്ടൻസ്ഡ് മിൽക്ക് റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ 2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഉണക്കി ബോയിൽ ചെയ്യണം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ബോയിൽ ചെയ്യുന്നു. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ലൂസ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. സൈഡിൽ ചെറിയ ചെറിയ ബബിൾ വന്ന് തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ സൈഡിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കുക. ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് കൊക്കോ പൗഡർ ഇടുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പാണ്. അത് കാരണം ഇതിലേക്ക് ഇനി 3 കപ്പ് കൂടി ഉണ്ട്. ഇനി ഈ കൊക്കോ പൗഡർ അരിച്ച് കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് ഇടുക. ഇനി കൊക്കോ പൗഡർ കണ്ടൻസ്ഡ് മിൽക്കും നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മാവ് ഒരു ഫുഡ് റാപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫുഡ് റാപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കുക. നമ്മൾ ഈ മിശ്രിതം ഇതിലേക്ക് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ട്രഫിൽ വെക്കുന്നതിന് മുൻപ് ഇത്തിരി കൊക്കോ പൗഡർ എവിടെയാണോ വെക്കുന്നത് അവിടെ കൊക്കോ പൗഡർ അരിച്ച് വിതറുക. നമ്മുടെ ട്രഫിലിൻ്റെ മാവ് പുറത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി നമുക്ക് കൊക്കോ പൗഡർ വെച്ച് ഗാർണിഷ് ചെയ്യാറുണ്ട്. ഇത് കൊക്കോ പൗഡർ ഇട്ട് നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് ഉരുട്ടിയും പിരുട്ടിയും എടുക്കാം. ആദ്യം മുട്ടലുണ്ടാകും, പിന്നെ കൊക്കോ പൗഡർ ഇടുമ്പോൾ അത് മാറി വരും. അപ്പോൾ നമ്മുടെ ട്രഫിൾസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമുക്ക് നമ്മുടെ പപ്പയ്ക്ക് കൊടുത്തു നോക്കാം.